താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം, ബ്ലിങ്കിലേക്ക് സ്വാഗതം. അയ്യോ, തീവ്രത അളക്കാൻ സഖാവ് എത്തിയിട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ പീഡനം തീവ്രത കൂടിയത് എന്ന്, മുകേഷ് MLA-യുടെ പീഡനം തീവ്രത കുറഞ്ഞത് എന്ന്. ഇത് ആവർത്തിച്ച് CPM പറയുമ്പോൾ വേണ്ടേ, അന്ന് നമ്മളെ പത്തനംതിട്ട സേച്ചി പറഞ്ഞ മുകേഷിൻ്റെ തീവ്രത അത്ര പോരാ എന്ന് പറഞ്ഞത് ഓർമ്മ വരികയാണ്. എൻ്റെ സേച്ചി സമ്മതിച്ച്. ഇപ്പോഴിതാ തന്നേക്കാൾ തീവ്രത ഉള്ള ഒരാളെ അംഗീകരിക്കാൻ അത്രക്കങ്ങ് മനസ്സില്ലാത്ത ആ പഴയ തീവ്രതാ വിദ്വാൻ പറഞ്ഞത് കേട്ടാ? വിധിപ്പകർപ്പ് കിട്ടിയിട്ട് പ്രതികരിക്കാമെന്ന്. പാവം നമ്മുടെ സിനിമ MLA വാ പൊളിച്ച അതങ്ങ് സ്വയം സമ്മതിച്ചിരിക്കുക ആശാനിപ്പോൾ. നമ്മുടെ സേച്ചിക്ക് പീഡനത്തിൻ്റെ തീവ്രത അളക്കാനുള്ള മെഷീനുണ്ട് എന്ന് സേച്ചി വിളിച്ചു പറയുകയായിരിക്കും. അങ്ങനെയെങ്കിൽ സഖാക്കന്മാർക്ക് സന്തോഷമായിട്ടുണ്ടാവും. MLA മുകേഷ് പീഡിപ്പിച്ചത് മാർക്സിസ്റ്റ് പീഡന മാനിഫെസ്റ്റോ വായിച്ച് പഠിച്ചിട്ടായിരുന്നത് കൊണ്ട് അത് പാർട്ടി ചട്ടക്കൂടിലുള്ള പീഡനമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എന്തോ ആവാം. രാഹുലിന് പക്ഷേ പീഡന മാനിഫെസ്റ്റോ കിട്ടിയില്ല വായിച്ച് പഠിക്കാൻ, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പീഡനമായതുകൊണ്ട് രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം. അപ്പോൾ മുകേഷോ അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇത്രേ. അത് മാത്രമല്ല, അത് പീഡനമായി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഓ ആ അങ്ങനെ ഓ ആയിക്കോട്ടെ. അതായത് ഒരുതരം മുകേഷ് തമാശ മാത്രമാണ് ഇത് സേച്ചിക്ക് മുകേഷിൻ്റെ പീഡനം. പക്ഷെ സേച്ചി അതിജീവിതകൾക്ക് ഇത് തമാശ അല്ല കേട്ടോ. അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പീഡന തീവ്രതാ യന്ത്രം അടുത്ത പാർട്ടി കോൺഗ്രസിൽ കൊടിമരത്തിന് കീഴിൽ രക്തപുഷ്പഹാരമൊക്കെ പൊതിഞ്ഞ് പാർട്ടി അതിനെ ചരിത്ര നേട്ടമായി പ്രതിഷ്ഠിക്കുമെന്നാ കേൾക്കുന്നത്. എന്തോ വനിതാ കമ്മീഷൻ അധ്യക്ഷയും പാർട്ടി നേതാവുമായ ഈ സതീദേവി മൊഴിഞ്ഞത് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ലാന്ന്. ഏത് മുകേഷാണേ. മുകേഷിൻ്റെ കാര്യത്തിൽ വേവലാതി വേണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും പറഞ്ഞു. തികഞ്ഞല്ലോ, മതി. സർട്ടിഫിക്കറ്റും കിട്ടി, ഇനിയിപ്പോൾ അഡ്മിഷനും എടുത്തു. അല്ല, ഈ തീവ്രത കുറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലേ ഇവരൊക്കെ ഈ അഭിപ്രായപ്പെടലിന് മുന്നിട്ടിറങ്ങിയത്? ഞങ്ങൾക്കൊന്നും അറിയില്ലേ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം. തീവ്രത കുറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷൻ നൈസായിട്ട് ആളെ അങ്ങ് തള്ളിന്നാ കേൾക്കണത്. മുകേഷ് ഇപ്പോൾ CPM അംഗമല്ലാത്രേ. നടക്കട്ടെ. ഒരു സംശയം, 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് കൊടുത്ത സത്യവാങ്മൂലത്തിൽ പാർട്ടി അംഗമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, പാർട്ടി അംഗമല്ലാത്ത ഒരാൾക്ക് എങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റും? ഈ ചോദ്യം MV ഗോവിന്ദനെ തന്നെ തിരിഞ്ഞു കൊത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അതോ തീവ്രത കുറഞ്ഞ ആളുകൾ പാർട്ടിയിൽ വേണ്ട എന്ന് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിൽ മുകേഷിനെ പുറത്താക്കി? ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM രാഹുൽ മാങ്കൂട്ടം കേസ് ഉയർത്തി കോൺഗ്രസിനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ കേരളം ഒറ്റ ചോദ്യമേ ചോദിച്ചു, അപ്പോൾ മുകേഷോ എന്ന്. അത് കേട്ട് പാർട്ടി മുകേഷിൻ്റെ ഭാഷയിൽ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന നയം. എത്ര നാളിങ്ങനെ മറ്റുള്ളവരെ കോക്കറ് കാട്ടി ഭരണത്തിൽ തുടരും CPM? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊന്തി വന്ന ശബരിമലക്കൊള്ളയും പിണറായി അഴിമതിയുമൊക്കെ ഒന്ന് മുക്കണം അല്ലേ? അതിന് ഇത്രയും നല്ല വിഷയം മറ്റെന്തുണ്ട്? അത് നിങ്ങൾ ആഘോഷിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാട്ടോ. അല്ല, ഒന്ന് ആലോചിച്ചാൽ ശരിയല്ലേ അത്?
ഈ മുഹൂർത്തത്തിൽ ഇതുവരെ ഇറക്കാത്ത ഒരു തുറുപ്പ് ചീട്ട് ഇറക്കി വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയായിരുന്നില്ലേ സി പി എം? കുറിക്ക് കൊണ്ടു എന്ന് സി പി എം വിചാരിക്കുന്നുണ്ട് എങ്കിൽ സംഗതി ബൂമറാങ്ങായി തിരിച്ചു വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണ്ണമല്ലേ കട്ടത്, അതിന് മറുപടി അയ്യപ്പൻ കൊടുക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. ചൊരണ്ടിയവനും പൊളിച്ചവനും മാന്തിയവനും കള്ളന് കഞ്ഞി വെച്ചവനും ഒക്കെ കുടുങ്ങും എന്നത് ഉറപ്പാണ്. ബ്ലിങ്ക് തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.